Hello guys, Assalamu alaikum. Welcome back to Hana's Little World. എല്ലാ ഫ്രണ്ട്സിനും ഒരിക്കൽ കൂടി ഹനാസ് ലിറ്റിൽ വേൾഡിലേക്ക് സ്വാഗതം. പ്ലീസ് ഗൈസ് 1 മിനിറ്റ് നിങ്ങൾ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യരുത്. എനിക്ക് നിങ്ങളോട് ഒരു ഇമ്പോർട്ടന്റ് കാര്യം ഷെയർ ചെയ്യാനുണ്ട്. നിങ്ങൾ എല്ലാവരും പ്ലീസ് എന്റെ വീഡിയോ വാച്ച് ചെയ്യുക. അതും 3 മിനിറ്റ്. ഞാൻ നോക്കിയപ്പോൾ മോർ ദാൻ only 30% ആൾക്കാർ കാണുന്നുണ്ട്, ബട്ട് സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. അപ്പം നിങ്ങൾ പ്ലീസ് വാച്ച് ചെയ്യുന്ന കൂടെ സബ്സ്ക്രൈബും ചെയ്യണം എന്റെ വീഡിയോ. പിന്നെ താഴെ കാണുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്യുമ്പോൾ അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ എനേബിൾ ആണ്, നിങ്ങൾ അതിൽ പ്രസ് ചെയ്യണം. എന്നാലേ എന്റെ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയി കിട്ടത്തുള്ളൂ. ഇനി നമുക്ക് നമ്മുടെ ഡിഷിലോട്ട് കിടക്കാം. ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് ഒരു അടിപൊളി ചൈനീസ് ഡിഷാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമല്ലേ ഫ്രൈഡ് റൈസ്? അത് നമ്മൾ ഇന്ന് എഗ് ഫ്രൈഡ് റൈസ് ആണ് ചെയ്യാൻ പോകുന്നത്. അതെങ്ങനെ തയ്യാറാക്കാമെന്ന് നമ്മൾ മമ്മീസ് കിച്ചണിലോട്ട് പോവാം. ഹലോ, അസ്സാം വലൈക്കും, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു അടിപൊളി ഫ്രൈഡ് റൈസാണ്. അപ്പോൾ സാധാരണഗതിയിൽ നമ്മൾ ഈ ഫ്രൈഡ് റൈസൊക്കെ റെഡിയാക്കുമ്പോൾ നമുക്ക് എത്ര മെഷർമെൻറ്റ്, അതായത് വെജിറ്റബിളിൻ്റെ മെഷർമെൻ്റ് ഒന്നും നമുക്ക് അറിയത്തില്ല. അപ്പോൾ ഞാൻ ചെയ്യുന്ന ഈ വീഡിയോ നിങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് എത്ര വെജിറ്റബിൾസ് ഒക്കെ ചേർക്കണമെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ തയ്യാറാക്കുന്നതെന്നൊന്ന് നോക്കാം. അപ്പോൾ ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് ഇത് ബസ്മതി റൈസാണ്. 2 കപ്പാണ്. ഏകദേശം 400 ഗ്രാം എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് 1 ലിറ്റർ വെള്ളം ഒഴിച്ച് ഇതിനെ നമുക്കൊരു 30 മിനിറ്റ് സോക്ക് ചെയ്യാൻ വയ്ക്കാം. അപ്പോൾ ഈ ഫ്രൈഡ് റൈസ് നമ്മൾ റെഡിയാക്കുന്നത് ഇന്ന് എഗ്ഗിലാണ്. അപ്പോൾ അതിനാവശ്യമായി ഞാൻ 6 എഗ്ഗ് എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ക്യാരറ്റാണ്. ക്യാരറ്റ് ഞാൻ എടുത്തിട്ടുള്ളത് 1/2 കപ്പാണ്. പിന്നെ ക്യാബേജ് 1/2 കപ്പ് എടുത്തിട്ടുണ്ട്. ബീൻസ് 1/2 കപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഗാർലിക് വേണം, അത് ഏകദേശം 4 ടീസ്പൂണാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ നമ്മുടെ ഒരു റെഡ് കളർ ഞാൻ ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്. അതൊന്ന് കളർഫുൾ ആക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് അവൈലബിൾ ആയിട്ട് ഗ്രീൻ കളർ കിട്ടുമെങ്കിൽ അത് നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഇത് ഏകദേശം ഒരു 4 ടേബിൾ സ്പൂണാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ നമ്മുടെ സ്പ്രിംഗ് ഓണിയൻ്റെ വൈറ്റ് ബൾബ് ഉണ്ടല്ലോ, അതായത് നമ്മുടെ ബോട്ടം പോർഷൻ, അത് ഞാൻ ഏകദേശം ഒരു 4 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഗ്രീനി പോർഷൻ വേണം, അത് നമുക്ക് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അതിപ്പോൾ യൂസ് ചെയ്യേണ്ട. അപ്പോൾ ഇത്രയും വെജിറ്റബിളാണ് നമുക്ക് ആവശ്യം. പിന്നെ സോസ് വേണം, അത് ഞാൻ കുക്ക് ചെയ്യുന്ന സമയത്ത് പറഞ്ഞത്. നമ്മുടെ അരി ഏകദേശം 30 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ വെള്ളം ഡ്രെയിൻ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഞാൻ നമ്മുടെ അരി കുക്കാവാൻ വേണ്ടിയിട്ടുള്ള വെള്ളം വെച്ചിട്ടുണ്ട്. ഞാനിതിൽ 8 ഗ്ലാസ് വെള്ളം ഒഴിച്ചാണ് തിളപ്പിച്ചിട്ടുള്ളത്. ഇതിലോട്ട് നമ്മുടെ അരി ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലോട്ട് 2 ടേബിൾ സ്പൂൺ റിഫൈൻഡ്, ഏതെങ്കിലും റിഫൈൻഡ് ഓയിൽ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ അരി നമുക്ക് ഒരു ഏകദേശം ഒരു 75-80% വെന്താൽ മതി. ബാക്കി നമ്മൾ ഫ്രൈ ചെയ്താണ് എടുക്കുന്നത് റൈസിനെ. അപ്പോൾ നമുക്ക് അതുവരെ ഒന്ന് വെയിറ്റ്. നമ്മുടെ അരി ഒന്ന് കുക്കായി നോക്കാം. ഓക്കെ, ഏകദേശം ഒരു 80% അരി നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതിനെ നമുക്കിനി വെള്ളത്തിന് ഡ്രെയിൻ ചെയ്ത് കളയാം. അപ്പോൾ ഇത് നമ്മൾ ഒരുപാട് നേരം ഇങ്ങനെ തന്നെ വെക്കാൻ പാടില്ല. ഇതിൻ്റെ വെള്ളം ഒന്ന് മാറിയതിന് നമ്മൾ വേറൊരു പ്ലേറ്റിലോട്ട് പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എന്തിനാന്ന് വെച്ചാൽ നമ്മൾ മുട്ട ഒന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിലോട്ട് നമ്മൾ നേരത്തെ എടുത്തില്ലേ 6 മുട്ട, ഇതിലോട്ട് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഇതിലോട്ടൊരു 1/4 ടീസ്പൂൺ നമുക്ക് പെപ്പർ ആഡ് ചെയ്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്കിതിനെ ഒന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ സ്ക്രാമ്പിൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിനെ നമുക്കിനി മാറ്റി വയ്ക്കും. അപ്പോൾ നമുക്ക് കുക്കിങ്ങിലോട്ട് തുടങ്ങാം. ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലോട്ട് 2 ടേബിൾ സ്പൂൺ റിഫൈൻഡ് ഓയിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമ്മുടെ ഈ ചൈനീസ് ഫുഡ് ആകുമ്പോഴത്തേക്ക് എപ്പോഴും ഹൈ ഫ്ലെയിമിൽ ഇട്ട് തന്നെ നമ്മൾ വേവിച്ചെടുക്കുക. ഇനി ഇതിലോട്ട് നമ്മുടെ ഗാർലിക് ഉണ്ടല്ലോ, അത് ആഡ് ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് നമുക്കൊരു സ്റ്റിക്ക് വെച്ച് ഇളക്കി കൊടുക്കാം. ഇതിലോട്ട് നമ്മുടെ ആ സ്പ്രിംഗ് ഓണിയൻ്റെ വൈറ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. ക്യാരറ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. ബീൻസ്, ക്യാബേജ്, ക്യാപ്സിക്കം. അപ്പോൾ ഈ വെജിറ്റബിൾസ് എല്ലാം നമുക്ക് 1 മിനിറ്റ് ഇതിൽ കിടന്നൊന്ന് കുക്കാവണം. ഇപ്പോൾ 1 മിനിറ്റ് ആയിട്ടുള്ളൂ. ഇനി നമുക്ക് ഇതിലോട്ട് സോസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിൽ ഞാൻ സോയാ സോസാണ് ആഡ് ചെയ്തത്. അതായത് 4 ടീസ്പൂണാണ് ഞാൻ ആഡ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് തീ ഒന്ന് ജസ്റ്റ് ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കാം. ഇതിലോട്ട് 4 ടീസ്പൂൺ സെയിം അത് തന്നെയാണ് ചില്ലി സോസ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിലോട്ടൊരു പിഞ്ച് ഓഫ് ഷുഗർ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഒരു ടേസ്റ്റിന്. ഇതിലോട്ട് നമുക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. അതൊക്കെ നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് ആഡ് ചെയ്യും. അപ്പോൾ നമ്മൾ നേരത്തെ സ്ക്രാമ്പിൾ ചെയ്ത മുട്ടയില്ലേ, അതുകൂടെ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം.
ഇതിലോട്ട് നമ്മുടെ റൈസ് ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് സ്റ്റിക്ക് കൊണ്ട് ഇതിനെ പയ്യെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലൂടെ നമുക്ക് പെപ്പർ ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ചോറൊന്ന് വൈറ്റ് ആവണമെങ്കിൽ നമുക്ക് വൈറ്റ് പെപ്പർ ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മുടെ സ്പ്രിംഗ് ഒണിയൻ്റെ ആ ഗ്രീനി പോർഷൻ ഉണ്ടല്ലോ, അത് നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഈ സമയത്താണ് നമ്മൾ ഇതിടാനുള്ളത്. അപ്പോൾ നമ്മുടെ ഫ്രൈഡ് റൈസ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കൊരു സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം. അപ്പോൾ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള ഇവിടെ എഗ് ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിനെ നമുക്ക് ചിക്കനിലും ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യുക. അപ്പോൾ നമ്മുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. പുതിയ വീഡിയോ വരുന്നത് വരെ ബൈ.